1, 2. 1, 2.
മിശിഹായിൽ പ്രിയമുള്ള വൈദികരെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രത്യേകമായിട്ട് കാട്ടഞ്ചേനും ചേച്ചിയും കുടുംബാംഗങ്ങൾ, ഇന്നേ ദിവസം നമ്മുടെ രാജ്യങ്ങളിൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ നിയോഗമായിട്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട മൈക്കൽ ഡി ക്രൂസ് ദൈവസേനയിലേക്ക് വിളിക്കപ്പെട്ടിട്ട് ഏകദേശം 40 ഡേയ്സ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. ആ ജീവിതത്തെ ഓർത്തുകൊണ്ട് വിശുദ്ധ ബലിയിൽ നമ്മളുടെ എല്ലാ വിചാരങ്ങളെയും വേദനകളെയും ചിന്തകളെയും നമ്മളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയ്ക്ക് കൃത്യമായിട്ട് സമർപ്പിക്കുന്നു. ദൈവമാണല്ലോ നമുക്ക് വ്യത്യസ്തങ്ങളായ ദാനങ്ങൾ ജീവിതത്തിൽ നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരാത്തതായി ഒന്നുമില്ല. ദാനങ്ങൾ തന്ന ദൈവത്തേക്കാൾ ഉന്നതമായിട്ടും ഒന്നുമില്ല. ദാനങ്ങളെല്ലാം ദൈവം തന്നതാണല്ലോ. ദിവസം ദൈവം തന്ന ദാനങ്ങൾക്കാണ് നന്ദി പറയുന്നത്. പ്രത്യേകിച്ച് അമലെന്ന വിവാഹം ഈശോയുടെ സന്നിധിയിൽ പുറമായിരിക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് പങ്കെടുക്കാം. പ്രത്യേകിച്ച് കാട്ടും ചേട്ടനും ചേച്ചിക്കും മറ്റെല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ വേലയോടെ കടന്നു എല്ലാവരും കൂടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശ്വാസം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമുക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരെ ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിട്ട് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ചീഫ് സെക്രട്ടറിയായിട്ടുള്ളത് ഫാദർ ഷിജോ മരട്ടിപ്പറമ്പിൽ ഇൻസെക്ഷൻ അച്ഛനാണ്. അച്ഛന് പലർക്കും അറിയാവുന്നതാണ്. അച്ഛൻ കരിമോണിയിലെ വികാരിയായിട്ട് പ്രസംഗം ചെയ്തു. എന്നാൽ ഇവിടെ നൈറോബി ആശ്രയിച്ചിൽ തന്നെ നമ്മുടെ കൂടെയുള്ള വചനം പങ്കുവയ്ക്കുന്നത് ആന്റണി പാവർട്ടിയർ അച്ഛനാണ്. അച്ഛൻ CRM കോൺഗ്രിഗേഷനിൽ നിന്ന്. നമ്മോടൊപ്പം ഷൈജു മോളേക അച്ഛനുണ്ട്. അച്ഛൻ എൻ്റെ പേര് ഇൻസെൻഷൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നു. പിന്നെ നമ്മോടൊപ്പം ഫാദർ പോൾ ചുമ്മാറുണ്ട്, ഫാദർ ക്ലെമൻ്റ് ഉണ്ട്, മെലഡിക്റ്റേൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ചുമ്മാറച്ചൻ വിദ്യമായ കോൺഗ്രിഗേഷനിൽ നിന്നാണ്. ഫാദർ ജോയ് ആൻഡ്രൂ SMA കമ്മ്യൂണിറ്റിയിൽ നിന്നും നമ്മളൊപ്പം വിശുദ്ധബലിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ബ്രദേഴ്സ്, ബ്രദർ ജെയ്സൺ, ബ്രദർ ക്രിസ്റ്റി ആൻഡ് ബ്രദർ ആർട്ടിസ്റ്റ് ആർലി, നമ്മളെല്ലാവരെയും ഈ അച്ഛന്മാരെയും പ്രദേശത്തെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഈ ബലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ഭക്തിയോടുകൂടി നമുക്ക് പങ്കെടുക്കാം. ഈശോയുടെ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് ക്ഷണിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
അങ്ങു കഴിഞ്ഞു
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടുപോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായത്തിൽ പ്രാപിച്ചവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യമായ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും.
സകലത്തിന്റെയും നാഥാനേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ പടമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവസ്നേഹ പാരമ്യം. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? നമ്മുടെ ദൈവം നമ്മുടെ പക്ഷത്തേക്ക് ആര് നമുക്ക് എതിർ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതിയിരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉദ്ധാരണം ചെയ്തവനും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. Manu
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 തിരുവചനങ്ങൾ 17 മുതൽ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിന് അടുത്ത് ഏകദേശം 15 സ്ഥാദിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്ക് അറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, അമറിൻ്റെ മാതാപിതാക്കളെ, ബന്ധുക്കളെ, നമ്മൾ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയ നമ്മുടെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ഹാർട്ട്ഫെൽറ്റ് കണ്ടോളൻസ് കുടുംബാംഗങ്ങളോടും മാതാപിതാക്കളോടും ഞങ്ങൾ കൃത്യമായിട്ട് നേരുന്നു. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ ഒരു സാമീപ്യവും സ്വാതന്ത്ര്യവും ആ മകൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന നമ്മുടെ എല്ലാവരോടും ഒപ്പം, പ്രത്യേകിച്ച് മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ സ്വാതന്ത്ര്യം നമ്മളോടൊപ്പം ഉണ്ടാകും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട തിരുവചനങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിപ്പിക്കുന്നവയാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, റോമാക്കാരോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ലോകത്തിലെ, എന്തിനാണ് ദൈവത്തിൽ നിന്ന് അല്ലെ ക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റാനായിട്ട് കഴിയുക? ഒരുപക്ഷെ നമ്മളെ ബുദ്ധിമുട്ടുകളിലൂടെ സങ്കടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാനായിട്ട് ദൈവം അനുവദിക്കുമ്പോൾ ദൈവത്തിൻ്റെ അതേ ഒരു തലത്തിലേക്ക് അവിടുന്ന് നമ്മളെ ഉയർത്തുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം റോമാക്കാരോട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, തൻ്റെ സുപുത്രനെ പോലും നമുക്ക് വേണ്ടി തന്ന ആ ദൈവം നമുക്ക് എന്ത് തന്നെ തരാൻ തയ്യാറാകാതിരിക്കും. സുപുത്രനെ പോലും അവൻ നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ അവൻ നമുക്ക് എന്തും തരും ഈ ലോകത്തിലുള്ള. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ നമുക്ക് ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ നമ്മളും ആ ദൈവത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഉയരുകയാണ്. അത്രമാത്രം വലിയ സ്നേഹം നമുക്ക് ദൈവത്തോട് കാണിക്കാൻ സാധിക്കുക. അത് പറഞ്ഞിട്ടാണ് പൗലോസ്ലീഹ റോമക്കാരോട് ചോദിക്കുന്നത്, ക്രിസ്തുവിൽ നിന്നുള്ള അല്ലെ ദൈവത്തിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്തിനാണ് എന്നെ ഈ ലോകത്തിൽ മാറ്റാനായിട്ട് കഴിയുക? ഈ ലോകത്തിലുള്ള ഒന്നിനും എന്നെ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് പൗലോസ്ലീഹ തറപ്പിച്ച് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ബുദ്ധിമുട്ടുകളിലൂടെ, സങ്കടങ്ങളിലൂടെ, പ്രത്യേകിച്ച് വിയോഗങ്ങളുടെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ആ മകനെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാഴ്ചവെച്ചതിന് തുല്യമാണ്. ഇന്ന് ഞാൻ ഈ കുർബാനയ്ക്ക് വന്നപ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു, ഇവിടെ മനോഹരമായിട്ട് പുഷ്പങ്ങൾ വെച്ച് ഈ ബലിപീഠം അലങ്കരിച്ചിട്ടുണ്ട്. ഈ പുഷ്പത്തിലേക്ക് നോക്കുകയാണെങ്കിൽ
ഒരൊറ്റ പൂ പോലും വാടിക്കൊഴിഞ്ഞു പോകാറായി പോയില്ല. എല്ലാം വിരിഞ്ഞു തുടങ്ങുന്ന പൂക്കളാണ്. നമ്മൾ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു സാധനം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയതമയ്ക്കോ നമ്മുടെ മക്കൾക്കോ ആർക്കെങ്കിലും ആകട്ടെ, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനം ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരിക്കലും ആർക്കും വേണ്ടാത്ത, അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ, ആർക്കും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഒത്തിരി കിട്ടുന്ന ഒരു സാധനമല്ല നമ്മൾ ചൂസ് ചെയ്യുക, അല്ലേ? എപ്പോഴും നമ്മൾ റയർ സ്പീഷ്യസിന് വേണ്ടിയിട്ടാണ് തപ്പിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലുണ്ടായിരുന്ന റയർ സ്പീഷ്യസുകളിൽ ഒന്നായിരിക്കാം ദൈവം തന്നിലേക്ക് തന്നെ വിളിച്ചെടുത്ത ആ മകൻ. നമുക്കറിയാം, നമ്മൾ റീസെൻ്റായിട്ട് വേറെ ഒരു പുണ്യവാന്റെ ഓർമ്മയെ ആചരിച്ചായിരുന്നു, വിശുദ്ധ കാർലോ അക്യൂറ്റസ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി വളരെയധികം പ്രവർത്തിച്ച് ഏറ്റവും നമ്മുടെ സോഷ്യൽ മീഡിയനെ, AI ടെക്നോളജിനെയൊക്കെ ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് ഉപയോഗിച്ച ആ ഒരു മകൻ, അവനെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം തിരിച്ചു കൊടുത്തു. പക്ഷെ അവനോട് ഒരുപാട് സ്നേഹം ദൈവത്തിന് തോന്നിയത് കൊണ്ടായിരിക്കാം ദൈവം അവനെ തിരിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ മകനോടും ദൈവത്തിന് ഒരുപാട് സ്നേഹം തോന്നിയത് എപ്പോഴാണ് കൂടെ ആയിരിക്കാനായിട്ട് ദൈവത്തിന് അത്രയധികം ഇഷ്ടം തോന്നിയത്. അതുകൊണ്ടാണ് അവനെ ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു കൊടുത്തതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മുടെ സുവിശേഷങ്ങളിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയൊക്കെ ദൈവം അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം ബുദ്ധിമുട്ടുകളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. എന്തിന്? നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുന്ന അബ്രാഹത്തെ തന്നെ ദൈവം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് വളരെയധികം പരീക്ഷിച്ചിട്ടാണ് കൊടുത്തത്. ആകെ ഒരു മകനെ കൊടുത്തിട്ട് ദൈവം പറഞ്ഞു, അവനെ കൊണ്ട് എനിക്ക് ബലിയർപ്പിക്കുക. വളരെ കുറച്ചു കാലം മാത്രമാണ് ദൈവത്തിന്റെ അവരുടെ കൂടെ ആ മകനെ നിൽക്കാൻ ദൈവം സമ്മതിക്കുക. നമ്മൾ പറയുന്നത് 12ാമത്തെ വയസ്സിൽ അവനെ തനിക്ക് ബലിയർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെ കാണുന്നുണ്ട്. പക്ഷേ അതുപോലെ അതിന് തയ്യാറാകുന്ന അബ്രാഹത്തെയാണ് പിന്നീട് ദൈവം ഒരുപാട്, അന്ന് വരെ ദൈവം കൊടുത്തതിനേക്കാൾ കൂടുതൽ നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊമിനന്റ് ഫിഗറാണ് നമ്മൾ കാണുന്നത് ജോബ്. ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ജോബിന്റെ പുസ്തകം അവസാനിക്കുക ദൈവം അവന് 100 ഇരട്ടിയായിട്ട് അനുഗ്രഹങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ്. കാരണം ആ കഷ്ടതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും യോഗങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിട്ടും അവൻ പറയുന്നത് എല്ലാം തന്നത് ദൈവമാണ്. ആ തന്ന ദൈവത്തിന് അതെടുക്കാനുള്ള അവകാശമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മളും ചെറിയ രീതിയിലെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കും മക്കളൊക്കെ, കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുണ്ടല്ലേ? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മൊബൈലൊക്കെ കുഞ്ഞുമക്കൾ ഒരുപാട് ഉപയോഗിക്കുന്നതുമാണ്, നമ്മൾ അവർക്ക് കൊടുക്കുന്നതുമാണ്. അവർ വളരെ സന്തോഷത്തോടെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ കർണന്മാർ മൊബൈലിന് തിരിച്ചു മേടിക്കും. അവർ തന്നാലും തന്നില്ലെങ്കിലും നമ്മൾ മേടിക്കും. ചിലപ്പോൾ നമ്മൾ ബലമായിട്ട് എടുത്തുകൊണ്ട് പോരും. പക്ഷെ ആ കുഞ്ഞു മക്കൾക്ക് അന്നേരം അത് മനസ്സിലാകില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇത്രയേറെ സന്തോഷത്തോടെ ആയിരുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് എൻ്റെ മാതാപിതാക്കൾ എന്നെ മാറ്റി നിർത്തുന്നതെന്ന്. പക്ഷെ മാതാപിതാക്കളായ നമുക്ക് അറിയാം, ഒരു പരിധിയിൽ കൂടുതൽ സമയം അവൻ അതിൽ ചെലവഴിച്ചാൽ അത് അവന്റെ നന്മയ്ക്കല്ല, മറിച്ച് അവന്റെ തിന്മയിലേക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലേക്കാണ് അവനെ നയിക്കാൻ പോകുക. ഒരുപക്ഷെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ മെച്ചമായിട്ടറിയാം. ദൈവത്തിനറിയാം എന്താണ് നമുക്ക് ഏറ്റവും നല്ലത്, എപ്പോഴാണ്, ഏത് സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പിതാവായ, സ്നേഹിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നമ്മളെ തന്നെ അതിനു വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു വയ്ക്കുന്നത്, സ്വന്തം പുത്രനെ പോലും അവൻ നമുക്ക് വേണ്ടി തന്നെങ്കിൽ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം പുത്രനെ പോലും അവൻ തന്നെങ്കിൽ ഈ ലോകത്തുള്ള ഒന്നും നമുക്ക് തരാൻ അവന് മടിയുണ്ടാവില്ല. പക്ഷെ അവൻ തരാതിരിക്കുന്നുണ്ടെങ്കിൽ അവന് വളരെ ഉന്നതമായ മറ്റെന്തോ തീരുമാനങ്ങൾ ഉണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നമുക്കത് മനസ്സിലാകുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾ അവന്റെ ആ ഇഷ്ടത്തിന് വിധേയമാകുമ്പോൾ തീർച്ചയായിട്ടും വളരെ അധികം അനുഗ്രഹങ്ങൾ കൊണ്ട് ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതാണ് നമ്മൾ ഇന്ന് സുവിശേഷത്തിലും വായിച്ചു കേട്ടത്. ലാസർ മരിച്ചപ്പോൾ മർത്ത പോയി പരാതി പറയുന്നുണ്ട്, കർത്താവേ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
അവൻ മരിക്കില്ലായിരുന്നു, അവൻ ഞങ്ങളെ വിട്ടു പോകില്ലായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെ ഇല്ലാത്തത് കൊണ്ടല്ല അവൻ പോകാത്തതെന്നല്ല, മറിച്ച് കർത്താവ് പറയുന്നത്, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, ഞാനാണ് ജീവൻ തന്നത്. ജീവൻ തന്ന എനിക്ക് ആ ജീവൻ എടുക്കാനുള്ള അവകാശമുണ്ട്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞിട്ടാണ് ഈശോ ലാസറിനെ വീണ്ടും ഉയർപ്പിക്കുന്നത്. ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ ഈശോ കാണിച്ചു കൊടുക്കുകയാണ്, ഞാനാണ് ജീവൻ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, കർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള മറ്റെന്തിനേയും ഞാൻ വെറും വേസ്റ്റായി കാണുന്നു, മറ്റൊന്നും എനിക്ക് അവനേക്കാൾ കൂടുതലല്ല. അങ്ങനെ ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മളെ വളർത്താനായിട്ട് തിരുവചനം തീർച്ചയായിട്ടും നമ്മളെ സന്തരിപ്പിക്കാൻ നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാണ്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളന്റെ ജീവിതത്തിൽ ഒരു കഥയുണ്ട്. അഗസ്തീനോസ് പുണ്യാളൻ ഒരു ദിവസം തൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്ന ഒരു കാര്യം അദ്ദേഹം തൻ്റെ ജീവചരിത്രത്തിൽ എഴുതി വെക്കുന്നുണ്ട്. അദ്ദേഹം എഴുതി വെക്കുന്ന പ്രകാരമാണ്, ഞാൻ എൻ്റെ ജീവിതത്തെ വിലയിരുത്തിയപ്പോൾ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങോട്ട് വിലയിരുത്തിയപ്പോൾ, ആ ജീവിതം ഞാൻ വിലയിരുത്തിയത് എൻ്റെ ജീവിതം ഒരു കടൽ തീരത്ത് കൂടെ ഞാൻ നടക്കുന്നതിനെയാണ് ഞാൻ താരതമ്യപ്പെടുത്തിയത്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം അഗസ്തീനോസ് പുണ്യവാളൻ ഈശോയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈശോയോട് പരാതി പറയുകയാണ്, ഈശോയെ, ഞാൻ എൻ്റെ ജീവിതത്തെ വിലയിരുത്തിയപ്പോൾ ഞാൻ കടൽ തീരത്തിലൂടെ നടക്കുന്നതായിട്ട് കാണുമ്പോൾ, ആദ്യകാലങ്ങളിൽ കുറേ സമയത്ത് ഞാൻ നടക്കുമ്പോൾ 4 കാൽപാദങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിന്റെ ചില സമയങ്ങളിൽ ഞാൻ നടക്കുമ്പോൾ 2 കാൽപാദങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. വീണ്ടും ചില സമയങ്ങളിൽ 4 കാൽപാദങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിനെ വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിലൂടെയും ഞാൻ കടന്നുപോയ സമയത്താണ് ഈ 2 കാൽപ്പാടുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്. 2 കാൽപ്പാടുകൾ അപ്രത്യക്ഷമായി. അഗസ്തീനോസ് പുണ്യാളൻ ഈശോയോട് ഭയങ്കര സ്നേഹമുള്ള ആളായിരുന്നതുകൊണ്ടും ഫ്രീ ആയിട്ട് ഈശോയോട് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടും അഗസ്തീനോസ് പുണ്യാളൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ എന്നാ പണിയാ കാണിച്ചേ, എന്നും കൂടെ ഉണ്ടാവും എന്നൊക്കെ വലിയ വാചകമൊക്കെ അടിച്ചിട്ട്, കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ഞാൻ കടന്നുപോയ സമയത്ത് 2 കാൽപ്പാടുകൾ അപ്രത്യക്ഷമായി. ഞാൻ തന്നെയാണ് നടന്നുപോയെ, ബാക്കി 2 കാൽപ്പാടുകൾ ഞാൻ കണ്ടില്ല. പക്ഷെ വീണ്ടും എനിക്ക് സന്തോഷം വന്ന സമയത്ത് വീണ്ടും 4 കാൽപ്പാടുകൾ ഞാൻ കാണുന്നു. അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് ഈശോ അഗസ്തീനോസ് പുണ്യാളനോട് പറയുന്നുണ്ട്, മോനെ, നീ കണ്ട 2 കാൽപ്പാടുകളും 4 കാൽപ്പാടുകളും ഒക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. നിന്റെ കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും സമയത്ത് നീ 2 കാൽപ്പാടുകളെ കണ്ടുള്ളൂ എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിന്റെ വിശകലനത്തിൽ ഒരു പ്രശ്നമുണ്ട്. നീ കണ്ട 2 കാൽപ്പാടുകൾ നിന്റെയല്ല, മറിച്ച് അത് എന്റെയാണ്. നീ കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളിലൂടെ നീ കടന്നുപോയപ്പോൾ നീ നിലത്ത് കാല് തൊട്ടിട്ടില്ലായിരുന്നു, നീ എന്റെ കയ്യിലായിരുന്നു. ഞാൻ നിന്നെ മാറോട് ചേർത്ത് എടുത്തു പിടിച്ചിരിക്കുകയായിരുന്നു. നിനക്ക് വേണ്ടി ഞാനാണ് ആ സമയത്ത് മുന്നോട്ട് നീങ്ങിയത്. നിനക്കത് തിരിച്ചറിയാൻ പറ്റാതെ പോയതാണ് എന്റെ പരാജയം. അത് തിരിച്ചറിഞ്ഞ ആ വാക്കുകൾ ഈശോയിൽ നിന്ന് കേട്ടപ്പോഴാണ് അഗസ്തീനോസ് പുണ്യാളന് പെട്ടെന്ന് ബോധം വന്നത്. വീണ്ടും നീ നല്ല സന്തോഷത്തിലെത്തിയപ്പോ ഞാൻ നിന്നെ നിലത്തിറക്കി. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ? ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് സന്തോഷങ്ങളൊക്കെ വരുമ്പോൾ ഈശോയെ നമ്മൾ സൈഡിൽ നിർത്തും. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ നമ്മൾ ഈശോയുടെ കാലെ കെട്ടിപ്പിടിച്ച് നിൽക്കും. നമ്മളെ അത്രയധികം അറിയുന്ന ആ ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുക, നമ്മുടെ തമ്പുരാൻ നമ്മളെ കൈകളിൽ എടുത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ മറികടന്ന് വീണ്ടും അവിടെ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, ഈ ലോകത്തിലെ ഒന്നും എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാതെ മറിച്ച് അവനോട് കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് നമ്മുടെ കഷ്ടപ്പാടുകൾ നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അമലിന്റെ ആത്മാവിന് വേണ്ടിയും മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും വേണ്ടിയും നമുക്ക് പ്രത്യേകം ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ നിന്നോട് ഞാൻ യാചിക്കുന്നത് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയായും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത സഹോദരനെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന്, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന സഹോദരങ്ങളെ നിത്യാശ്വാസം നേടി അനുഗ്രഹിക്കണമെന്ന്, മിശിഹായുടെ പീഡാത്മാവിനെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന്,
ഉത്താനം പ്രതീക്ഷ മരണമടഞ്ഞ സഹോദരങ്ങളെ മിശായുടെ ഉറപ്പിന്റെ മഹത്വത്തിൽ പങ്കുവരാക്കണമെന്ന് മിശായുടെ ശരീരങ്ങൾ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിൽ പ്രാപിച്ചവരുമായ സഹോദരങ്ങളെ നിത്യജീവനെ അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വരുന്ന ശോഭയോടെ ഞങ്ങളും അവസാന ഉയർത്തേണമെന്ന് ലോകാരംഭം മുതൽ നീതിമാനമൊക്കെ സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങൾ വ്യക്തിയിലേടാക്കണമെന്ന് നമുക്കെല്ലാവർക്കും അമ്മയോരോരുത്തരും പിതാവിനും പുത്രനും പുത്രനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമാർഗം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കാഴ്ചവെക്കാനുള്ള വസ്തുക്കളുമായിട്ട് അൽത്താരകളെ അടുത്തേക്ക് വരാവുന്നതാണ്. ദൈവാത്മികയെയും
മായൗസേപ്പിനെയും സാദരമോർത്തിടാ പാവനീ ബലിയിൽ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിരസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലൊത്തിനാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊക്കെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിമോത്ഥാനത്തിൽ ശരണം തേടുന്നു. മുക്തിയരായിടുവാൻ നിത്യം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവവും പിതാവിനോട് ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീമായി തറയ്ക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിന്റെ ഉയർപ്പും
സർവത്തിന്റെയും നാഥനായ ദൈവം തന്നെ സ്തുതികൾ ആരംഭിക്കുവാൻ തന്നെ ശക്തനാണ്. നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിലും ജീവനും കാരണമാവട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരൻ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങയെ ശക്തരാകട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകങ്ങൾക്കും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രികത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിന് സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാണ് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവതും സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം
എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പോഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യ വംശത്തോടുള്ള അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖന്മാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനാ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ
ജീവനുമെന്റെ സർവസ്വം മുന്നിലടച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വം മുന്നിലടച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വം മുന്നിലടച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. സർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതയുടെ അധ്യക്ഷനായ ഫിലിപ്പ് മെത്രാപ്പൊലീത്തായ്ക്കും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സമർപ്പിതർ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിലും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവാദ്യമേ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ പീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമുള്ള യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമാണ് മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ പോലെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ,
അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വസിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദങ്ങളെ സമീപിക്കാം. അനുതാപങ്ങളാകുന്ന സ്നേഹത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരൻ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കുക. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതമാകെ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയവും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ തന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകദാ
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവേൻ. കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ജലത്താലും അരുപ്പിയാലും നാം ഈശോയുടെ ഭൗതിക ശക്തിയുടെ അംഗങ്ങളായിരിക്കുന്നു. അവിടുത്തെ ശരീരരക്തം നമ്മെ പരിപോഷിക്കട്ടെ. ഇത് വിശുദ്ധ കുർബാന സ്വീകരണത്തിന്റെ സമയമാണ്. പ്രാർത്ഥിച്ചൊരുങ്ങിയവർ, കത്തോലിക്ക വിശ്വാസത്തെ മാമോദിസ സ്വീകരിച്ചവർ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാവുള്ളൂ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. This is the time for Holy Communion. Only those who have prepared themselves, who are Catholics and baptized Catholics, may receive the body of Christ. Others may kindly invite the Lord Jesus into your hearts in a spiritual communion and prayer.
ഏതുമെല്ലാം മറന്നിടുവിൻ. സാദരം കൈകൾ കോർത്തു നിരന്നിടുവിൻ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം നൽകി എഴുന്നള്ളുന്നു. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം നൽകി എഴുന്നള്ളുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദേവിയുമായ രഹസ്യങ്ങൾ സമീപിച്ച് ഇവയിൽ പങ്കുള്ളായി ഉയരപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ മർത്യരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി ഞങ്ങളുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവിതായ മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ഈ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അവസാനത്തെ ആശീർവാദത്തിന് മുമ്പ് ഒരു വാക്ക്, പ്രത്യേകിച്ച് അമലിനൊക്കെ പ്രത്യേകിച്ച് ഇന്ന് ഈ കുർബാനയിൽ ഏറ്റവും ത്യാഗം സഹിച്ചു വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരനാമത്തിൽ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ഒരു കൊച്ച് വേർഡ് ഓഫ് എൻകറേജ്മെൻ്റ് ആയി തോന്നണേ. കാരണം മാനുഷികമായിട്ട് നോക്കിയാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു വേദന നികത്താൻ പറ്റത്തില്ല, ആർക്കും സഹായിക്കാനും പറ്റത്തില്ല. 2019 സെപ്റ്റംബർ 4-ാം തീയതി ഞാനും ഇതുപോലെ തന്നെ അനുഭവിച്ചൊരു സിറ്റുവേഷൻ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും മമ്മി മരിക്കരുതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അത് സംഭവിച്ചു. മമ്മി കുറേ സഹിച്ച് മരിച്ചു. അപ്പോൾ ആ ദിവസങ്ങൾ, പ്രത്യേകിച്ച് അടക്കിൻ്റെ ദിവസം, എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല. അച്ഛനാണല്ലോ, എനിക്ക് കരഞ്ഞ് മടുത്തു. ഇവർക്കൊക്കെ അറിയാം, എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരുടെ അച്ഛന്മാർക്ക് അറിയാം. അതുപോലെ ഞങ്ങൾ കണക്കിലായിരുന്നു, എല്ലാ ദിവസവും വിളിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ നേടുന്ന ഒരു രക്ഷയിലായിരുന്നു. ഇതാണ് എനിക്ക് ചേട്ടനോടും ചേച്ചിയും പറയാനുള്ളത്. ഒരു രക്ഷയിലാണ്. മാനസികമായിട്ട് ഞാൻ സകലത് നോക്കി, എൻ്റെ എല്ലാ സംഭവങ്ങളും നോക്കി. നോട്ട് ഈസി, ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഈസി. പെട്ടെന്ന് പണ്ട് വേറെ ഒരു സഹോദരിക്ക് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയൊരു തോട്ട് കെയിം ടു മൈ മൈൻഡ്. അതിതായിരുന്നു, എൻ്റെ വേദനയെ പ്രാർത്ഥനയാക്കി മാറ്റുക, എൻ്റെ വേദനയെ പ്രാർത്ഥനയാക്കി മാറ്റുക. ആ സംഭവം നടന്നു കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഇന്ന് വരെ മമ്മി പോയതിൻ്റെ വിഷമമായിട്ടല്ല, ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കും മമ്മിയോട്, എനിക്കൊരു മധ്യസ്ഥ സ്വർഗത്തിലുണ്ടെന്ന്. അത് എൻ്റെ വേദന പ്രാർത്ഥനയാക്കി മാറ്റിക്കഴിഞ്ഞ പിന്നെ മാത്രം കിട്ടിയൊരവസ്ഥയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാനുഷികമായിട്ട് നിങ്ങൾ എത്ര കണ്ടോളൻസ് പറഞ്ഞാലും യു വിൽ നെവർ ബി ഹീൽഡ്. ഇൻസ്റ്റെഡ് യു വിൽ സ്റ്റിൽ ഹാവ് ദോസ് മെമ്മറീസ്. ബട്ട് വി വാണ്ട് ടു എൻകറേജ് യു. Make your prayer, change your pain into a prayer. അതായിരിക്കട്ടെ നമ്മുടെ എല്ലാം പ്രാർത്ഥന, പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി. വേറൊരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു, ഇന്ന് ഞങ്ങളെല്ലാവരും നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് എത്രയോ ജനങ്ങൾ അവരൊറ്റ ഇതിൽ വന്നു. എൻ്റെ ഇടവകയിൽ നിന്നൊരു സഹോദരി, ആ സ്കൂളിൽ പഠിച്ച അവരുടെ പിള്ളേർ അവിടെയുണ്ട്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഇങ്ങനെ അന്ന് തന്നെ ഇങ്ങനെ ഒരാൾ, ഒരു കൊച്ചു മരിച്ചു വയസ്സിന് അറിയാമോ? ഞാൻ പറഞ്ഞറിയാം. അപ്പോൾ പുള്ളി പറയുകയാണെന്നും നല്ല കൂട്ടത്തിലുള്ള പിള്ളേരൊക്കെ നല്ല കൊച്ചായിരുന്നു, നല്ല. സോ വാട്ട് വി ഹാവ് ടു ബി പ്രൗഡ് ഓഫ്, വി ക്യാൻ ബി പ്രൗഡ് ഓഫ് ദാറ്റ്. അവർ സൺ വാസ് ഗ്രേറ്റ്.
Amen. Amen. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ വിശ്വസിക്കാം, അവനൊരിക്കലും നമ്മളെ കൈവിടില്ല, അത് തീർച്ച. പ്രാർത്ഥിക്കാം. സകലേശൻ തിരുവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ അയച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എന്റെ പാലം ചെയ്യും മാനവനിന്നെ നിവസിക്കും. അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ ഞാൻ അന്തിമ ദിവസം ഉയർപ്പിക്കും. നിത്യായുസ്സനേകും ഞാൻ ദൈവം ആദരം ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളിക അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ദാനങ്ങൾ നൽകിയാനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടൻ നൽകും ദൈവികമാം ശുദ്ധിയേറുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം പരനിരച്ചൊരിയട്ടെ. കോവിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ദിവസം തോറും എടുക്കുന്നവർ കുറിച്ചുള്ള കാര്യങ്ങളെ ലോകരക്ഷകനായ ഈശോ വൈദികരുടെ രാജ്ഞിയമറിയുന്നേ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് അമൽ മൈക്കിൾ ഡി ക്രൂസിനെ ഓർത്ത് നമ്മൾ ഒഫീസുകളിൽ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മയിലുള്ള വിൽസൺ ചേട്ടൻ്റെ മദറിലോ റോസി എന്ന അമ്മച്ചി മരണം മൂലം ഈ മാസം നമ്മൾ നിന്ന് വേർപെട്ടു പോയി. ആ അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ തമ്പി വർഗീസ് സാറിൻ്റെ പെങ്ങൾ സിസ്റ്റർ വിസി ഹോളി ഫാമിലി സഭാംഗമാണ്. അസിസ്റ്റൻ്റെ ഒന്നാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആചരിക്കുകയാണ്. അപ്പോൾ ഇവരെ 3 പേരെയും പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒപ്പിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരെ പ്രത്യേകമായിട്ട് അമലിനായി സമർപ്പിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ എന്നേക്കും എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസും. അവരാഗ്രഹങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവൻ നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃഗയിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവിൽ നിന്റെ കരുണ നിങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുവിടുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവ്, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കൈക്കൊള്ളണമേ ഹൃദയം
വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയെന്നാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയെന്നാഥ തിരുസന്നിധിയിൽ പൂർവന്മാരാം നോഹബരാഹം ഇസഹാക്ക് യാക്കോബ് മഹിതാശയതൻ പരിപാവനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയെന്നാഥ തിരുസന്നിധിയിൽ പുരുവത്സവരാം സ്ലീഹരുമൊരുപോൽ വിനയാന്വിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയെന്നാഥ തിരുസന്നിധിയിൽ അഗാധത്തിൽ നിന്നെ വിളിക്കുന്നു മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്നെ വിളിക്കുന്നു മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുന്ന നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാക്കളെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, നന്ദിയുടെ ഒരു വാക്ക്. ഇന്നത്തെ ഈ തിരുക്കർമ്മം ഭംഗിയായി ചെയ്യാനായിട്ട് സഹായിച്ച ഏറെ പേരുണ്ട്. അവരെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വളരെ കൃത്യമായിട്ട് ഇന്നത്തെ വിശുദ്ധ ബലി അർപ്പിച്ച ഷിജോച്ചനെ പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് വേണ്ടി വചനം പങ്കുവച്ച ആന്റണിച്ചനെ പ്രത്യേകം
നന്ദി പറയുന്നു. ഒഫീഷ്യലി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഷൈജി അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം നമ്മുടെ കൂടെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത പോൾ ചുമാർ അച്ഛനുണ്ട്, ക്ലെമന്റ് അച്ഛനുണ്ട്, ജോയി ആൻഡ്രൂസ് അച്ഛനുണ്ട്. ചുമാർക്കെല്ലാം ഞങ്ങളോടൊപ്പം പങ്കുചേർന്നതിനും പ്രാർത്ഥിച്ചതിനും പ്രത്യേകം നന്ദി പറയുന്നു. വിൻസെൻഷൻ പ്രവാസിലേക്ക് ചിലരെങ്കിലും ആദ്യമായിട്ട് വരുന്നതാണ്, ഞങ്ങൾ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം കൊയറിനും വിൽസൺ ചേട്ടനും അതുപോലെ മറ്റ് സഹകരിച്ച ഒത്തിരി പേരുണ്ടെന്നറിയാം. ഈ ദിവസം ഒത്തിരി ഭംഗിയാക്കാൻ വേണ്ടി എല്ലാവർക്കും ഈ കുടുംബത്തിൻ്റെ പേരിൽ, കാട്ടുന്നതിൻ്റെ പേരിലും ചേച്ചിയുടെ പേരിലും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയിൽ നിന്ന് പുതുതായിട്ട് വന്നവരുണ്ട്. ആദ്യമായിട്ട് കരിയിൽ വന്നിട്ട് അധികം നാളാകാത്തവർ, ആദ്യമായിട്ട് ഇവിടെ വിശുദ്ധ വരുന്നവർ എല്ലാവരെയും ഇൻസ്ട്രക്ഷൻ പ്രവാസിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച നമുക്ക് മലയാളത്തിൽ ഇവിടെ കുർബാനയുണ്ട്, വൈകുന്നേരം 7 മണിക്ക് എല്ലാ മാസവും. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് സാധാരണ അറിയിക്കാറുണ്ട്. നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ജിബി ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ മെമ്പറാകാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ എനി ടൈം എനി സ്പിരിച്വൽ നീഡ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീയ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ അച്ഛന്മാർ സഹായിക്കാൻ തയ്യാറാണ്. പ്രാർത്ഥിക്കാനായിട്ടോ അല്ലെങ്കിൽ ഉപസാരിക്കാനായിട്ടോ ഒക്കെ അച്ഛന്മാർ എപ്പോഴും ഉണ്ട്. നിങ്ങൾ എനി ടൈം യു വെൽക്കം. ദിസ് ഈസ് എ പ്രയർ ഹൗസ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. മറ്റെന്തെങ്കിലും ഓർമ്മിക്കാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി പോകാം. ഭക്ഷണം താഴെ ഒരുക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. മാതാവിൻ്റെ പാട്ട് പാടും.
സഹായനാഥേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ ദയവായി എല്ലാവരും താഴെ ഹാളിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. ആ ചെറിയ സ്നേഹവിരുന്നിൽ എല്ലാവരും പങ്കുകൊള്ളണമെന്ന് എല്ലാവരോടും വീണ്ടും അപേക്ഷിക്കുന്നു. താങ്ക് യു.